ഹലോ, ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് വിറ്റ് ജീവിക്കുന്ന ജെസിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ കുട്ടിയെ ദൈവം രക്ഷിച്ചു. ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു എന്ന് പറയുന്നു. ശരിക്ക് ജെസിന, നീ ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി. കാരണം ജനങ്ങൾ പലവിധമാണ്. ഈ ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ 5 വിരലിലത്തെ 5 സൈസ് വിരലുകളാണ്. അത് കാരണം സമൂഹങ്ങൾ പലതും പറയും. അതെല്ലാം കുട്ടി കേട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച നീ വെറും ഭീരുവാണ്. മനസ്സിലാവുണ്ടോ? തെറ്റ് ചെയ്യാത്തവർ ആത്മഹത്യക്ക് ശ്രമിക്കാൻ പാടില്ല. അവരിൻ്റെ മുന്നിൽ പിടിച്ചു നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അത് നിൻ്റെ സമൂഹമായാലും ശരി, എൻ്റെ സമൂഹമായാലും ശരി. നമ്മൾ ആത്മഹത്യ ചെയ്ത് നീ മരിച്ചു പോയിരുന്നെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്കേ നഷ്ടപ്പെടുകയുള്ളൂ. അത് നീ ചിന്തിക്കണമായിരുന്നു. സമൂഹത്തിൽ പല ദണ്ഡികളും ഉണ്ടാകും, പല നാറുകളുണ്ടാകും. നിങ്ങളുടെ ആൾക്കാരിലും പല ഉസ്താദുമാർ അത് പറഞ്ഞു, ഉസ്താദുമാർ ഇത് പറഞ്ഞു, ഇല്ലെങ്കിൽ ഹിന്ദുക്കൾ ഇത് പറഞ്ഞു. ഞാൻ കുട്ടിയും തന്നെയാണ് പറയുന്നത്. എനിക്ക് 10-60 വയസ്സായതുകൊണ്ട് ഞാൻ നിന്നെ കുട്ടിയും തന്നെയാണ് പറയുന്നത്. കുട്ടി, ആദ്യം നീ ഡിസ്ചാർജ് വന്നു എന്നറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം ഈ ഭൂമിയിൽ നിന്ന് ഒരു ചെറിയ ഒന്നും ആവാത്ത ഒരു ആൾ എത്രയോ പേര് മരിക്കുന്നുണ്ട്. അത് ദൈവം നിശ്ചയം. ആത്മഹത്യ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ശരി. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഇനി ഒരിക്കലും ഈ സമൂഹത്തിലെ നാറികൾ എന്തെങ്കിലും പറയണോ എന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിക്കരുത് കേട്ടോ. നീ കൃഷ്ണൻ്റെ ചിത്രമോ അള്ളാൻ്റെ ചിത്രമോ യേശുവിൻ്റെ ചിത്രമോ എന്തെങ്കിലും വരച്ച് നീ നിൻ്റെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ നിന്നെ ഈ മീഡിയയിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്ന ഈ തെണ്ടികൾ, നിന്നെ ആത്മഹത്യേൻ്റെ വക്കിലേക്ക് എത്തിച്ച തെണ്ടികൾ, അവർ നിനക്ക് നിൻ്റെ കുടുംബം നോക്കാനുള്ള പൈസ തരികയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കുറ്റം പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് നിൽക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവർ എങ്ങനെയെങ്കിലും നിന്നെ, അതായത് നീ മുസ്ലിമാണ്, ഹിന്ദുവിൻ്റെ ഒരു ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മതക്കാരൻ്റെ പ്രോബ്ലം. മനസ്സിലാവുണ്ടോ? എത്രയായാലും എല്ലാവരും പറയും മതമില്ല, മുസ്ലിമില്ല, ഹിന്ദുവില്ല, ക്രിസ്ത്യാനി ഇല്ല എന്ന്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ അവരവരുടെ മതത്തെ തന്നെ നിൽക്കുകയുള്ളൂ. മനസ്സിലാവുണ്ടോ? മതമില്ല, ഞങ്ങൾ മനുഷ്യരാണ് എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാർ കുറ്റം പറയുന്ന ഉസ്താദുമാർ, അങ്ങനെ ഞങ്ങൾക്ക് മതമില്ല മനുഷ്യനാണ് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നീ എന്തെങ്കിലും ചെയ്ത് മാന്യമായിട്ട് അത് വിറ്റ് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷേ നീ ഒരു ഹിന്ദുവിൻ്റെ ചിത്രം വരച്ച് വിൽക്കുന്നതിലാണ് അവർക്ക് പ്രോബ്ലം. അതേ സമയത്ത് നീ ഒരു മുസ്ലിംസിൻ്റെ എന്തെങ്കിലും ചിത്രം വരച്ചാണ് വെക്കുന്നെങ്കിൽ അവർക്കിതിലൊരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. മനസ്സിലായോ? അപ്പം നീ ആത്മഹത്യക്ക് ശ്രമിച്ച് നീ മരിച്ചു പോയിരുന്നെങ്കിൽ നിൻ്റെ മക്കൾക്ക് മാത്രമാണ് നഷ്ടം വരുന്നത്. പിന്നെ തൻ്റെ അപ്പനോ ഉമ്മയോ വാപ്പയോ ഉണ്ടെങ്കിൽ ഉമ്മയ്ക്ക് ഭയങ്കര വിഷമങ്ങളായിരിക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മുടെ വയസ്സായ ആൾക്കാർക്ക് ചിലപ്പോൾ അവൾ ഇങ്ങനെ കൃഷ്ണൻ്റെ ചിത്രം വരച്ച് വെക്കുന്നുണ്ട് എന്നുള്ളൊരിതുണ്ടാവുമായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് സമൂഹം, മനസ്സിലാവുണ്ടോ? അവർക്ക് സമൂഹത്തെ പേടിക്കണം. അവർ പഴയ ആൾക്കാരാണ്. നമ്മളെപ്പോലെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഓക്കെ? അപ്പോൾ ഈ പറയുന്നവരുടെ മുന്നിൽ നീ ഇനിയും വരയ്ക്കണം. ഇനിയും നീ വിറ്റ് നിൻ്റെ കുടുംബം കഴിയണം. ഇനി ഒരിക്കലും നീ ആത്മഹത്യക്ക് ശ്രമിക്കില്ല എന്ന് നിന്നെ ഈ ആത്മഹത്യക്ക് ചെയ്യാൻ നിന്നെ തോന്നിപ്പിച്ച
ആ മനുഷ്യരിൻ്റെ മുന്നിൽ നീ തൻ്റെ ഇടത്തോടുകൂടി തലയുറുത്തി നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതിന് നീ ഏത് ചിത്രം വരച്ചാലും കുഴപ്പമില്ല. കൃഷ്ണൻ്റെ തന്നെ വേണമെന്നില്ല, ഏത് ചിത്രം വരച്ചാലും നീ ജീവിക്കുന്നത് നിൻ്റെ തൊഴിൽ അതാണെങ്കിൽ നീ അത് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇനി ഒരിക്കലും ദയവ് ചെയ്ത് ആത്മഹത്യയ്ക്ക് ശ്രമിക്കരുത്, ചെയ്യരുത്. മനസ്സിലാവുണ്ടോ? തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഈ ലോകത്തിൽ നഷ്ടം ഏറി വന്നാൽ മീഡിയയിൽ എല്ലാവരും പറയും, ഓ അവൾ ചത്തുപോയി, അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ അവൾ നല്ലതാണ് എന്ന് പറയും. ഒരു 3-4 ദിവസം അത് കഴിഞ്ഞു, നിന്നെ മറന്നോ ഈ ലോകം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തെണ്ടികൾ ഏതെങ്കിലും പറഞ്ഞു എന്ന് പിന്നെ ഒരു കാര്യം, തന്നെ ആരൊക്കെയോ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് നീ മീഡിയയിൽ പറയുന്നത് ഞാൻ കേട്ടു. ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ എന്ത് സംഭവിക്കും? അതിലൊരു രോഗിയെ കണക്കാക്കിയാൽ മതി. അതൊരു ആക്സിഡൻ്റായിരുന്നു, വിട്ടേക്കുക. ആരിൻ്റെ അടുത്തും ഇനി നീ ആ കാര്യങ്ങൾ പറഞ്ഞതിന് മീഡിയയിൽ നീ ഞാൻ തിരിച്ചു വന്നു, ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയാണ് ഒന്നും പറയാൻ പോണ്ട. നീ നിൻ്റെ തൊഴിൽ ചെയ്യുക, പൈസ ഉണ്ടാക്കുക, നിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുക, നിൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, നീ ജീവിക്കുക, അത്രമാത്രം. ഇനിമേൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. മനസ്സിലാവുണ്ടോ? തൻ്റെ ഇടത്തോടുകൂടി ജീവിക്കുക. ഓക്കെ, ബൈ.